മാഹീൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഇപ്പോൾ റീസെൻ്റ്ലി അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ടൈം ലൈനിൽ. എനിക്കൊന്ന് പേനെ റിലേറ്റ് ചെയ്തിട്ടാണ്. പുള്ളിക്കാരൻ പാലസ്തീൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ക്രൈസ്തവ വിശ്വാസികളായ ഒരു വിഭാഗം ആൾക്കാർ, അതായത് ഒരു കുടുംബം തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെയാണ് മാഹീൻ്റെ സബ്ജക്റ്റ്. അത് മാഹീൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, മാഹീൻ എന്തിനാണ് കൊതൻറാണിയെ കയറി പിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് പുള്ളിയുടെ രീതി, അല്ലെ പുള്ളി പോയിരുന്നത് അവിടെ നാട് ചുറ്റി കാണാനാണ്. അതിൽ കൂടെ ആ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനാണ് മാഹീൻ ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെയധികം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമ്മളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കാണാറുണ്ട്. അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞാട് വന്ന് അതിനകത്തൊരു കാര്യം അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇത്തരത്തിൽ കുഞ്ഞാടുകൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സെക്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ കമൻറ്റുകളിൽ കൂടെ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിവിധിയാണ് ഈ ഒരു കമൻറ്റിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാഹീനെ ഇസ്ലാമായി ജനിച്ചു എന്നത് അവൻ്റെ ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ അതായിരിക്കും ഈ പറയുന്ന കുഞ്ഞാട് അവിടെ വന്നത് എഴുതിയിട്ടിരുന്നത്. അപ്പോൾ കുഞ്ഞാടിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാട് അവിടെ ഇട്ടത് വൈ ഖുറാൻ ടീച്ചേഴ്സ് ടു കിൽ നോൺ മുസ്ലിംസ്. വലിയ ഗമിയോടുകൂടി പുള്ളിക്കാരൻ അവിടെ കൊണ്ടുവന്നത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് ഖുർആൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ അവിടെ വളരെ ഇൻസൾട്ടീവായിട്ടൊരു ക്വസ്റ്റ്യൻ. ഒരു കമൻ്റ് ഇടാം, 2 കമൻ്റ് ഇടാം, പിന്നെ അതിനകത്തൊരു സ്മൈലിയും കൂടെ വെച്ചൊരു കമൻറ്റ്. അപ്പോൾ അവനിക്ക് നല്ലൊരു പ്രോഗ്രാമിൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി ആരോ ഒരു മിടുക്കൻ അതിനകത്ത് പോയി ഒരു കമൻ്റ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യവുമായിട്ട് അങ്ങ് ഫലിച്ചിട്ടുണ്ട്. ഈ ഖുറാനിൽ മാത്രമല്ല, പഴയ നിയമം ലൂക്കായിലും മത്തായിലും ഒക്കെ ഈ സാധനം ഉണ്ട് എന്ന് തെളിവായിട്ടാണ് പുള്ളി ആ കമൻ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആ കമൻ്റ് ഒന്ന് വായിക്കാം. ആ വാചകം ഒന്ന് കാണിക്കാമോ? മഞ്ഞപ്പറയിലെ കുഞ്ഞാടൊന്ന് കാണിക്കാമോ? മനുഷ്യർ ഒന്നാകുന്നത് കണ്ട് കുരുപൊട്ടി, ഉള്ളിൽ നിന്ന് വരുന്ന വർത്തമാനമാണ് എന്നറിയാം. വചനം ഇടാൻ അറിയില്ല എങ്കിൽ സാമ്പിൾ തരാം, അതുപോലെ ഇട്ടാൽ മതി. കളിയാക്കിക്കൊണ്ട് തിരിച്ചിട്ടതാണ്, പക്ഷെ അത് കൃത്യമാണ്. അതാണ് അതിൻ്റെ ഇത്. പഴയ നിയമവും പുതിയ നിയമവും പുള്ളി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ നിയമത്ത് യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. പുറപ്പാട് 22/20. പിന്നുള്ളത്, നിങ്ങളെ ചുറ്റും ദേശത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്നു സേവിക്ക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർവിടത്തിൻ്റെ ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞു നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവനോട് വാക്കുകൾ കേൾക്കുകയോ ചെയ്യരുത്. അതോടെ നടത്തുന്നില്ല കേട്ടോ, പഴയ നിയമമാണ് ഈ പറയുന്നത്. കേൾക്കുകയോ ചെയ്ത് അവനോട് കനിവ് തോന്നുകയും അവനോട് ക്ഷമിച്ചു അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം. അവനെ കൊല്ലേണ്ടതിന് ആദ്യം നിന്റെ കൈയും പിന്നെ സർവജനത്തിൻ്റെ കൈയും, അതായത് കൂട്ടത്തോടെ അടിച്ചു കൊന്നേക്കണമെന്ന്, അവൻ്റെ മേൽ ചെല്ലണം. അധ്യായം 13 ആവർത്തനം. കറക്റ്റായിട്ട് നമ്പർ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വെക്കാതെ അധ്യായം 20 ആവർത്തനത്തിലുള്ളതാണ്. ഇനി പഴയ നിയമമാണ്, ഇനി പുതിയ നിയമമാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മത്തായി സുവിശേഷം 10:34-36 വരെയുള്ളതാണ് ഈ പറയുന്നത്. എന്നാൽ ഞാൻ അവരുടെ മേൽ രാജാവാകാൻ ആഗ്രഹിക്കാതെ എൻ്റെ ശത്രുക്കൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ച് കൊല്ലുക. ലൂക്കോസ് 19:27. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡെപ്തിലേക്കൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവരുടെ ഇതിനകത്തും അത് എഴുതിയിട്ടുണ്ട്. ഇനി ഹിന്ദു മതം, ഇപ്പം ഈ കമൻ്റ് അവിടെ ഇട്ടുകൊടുത്ത ശേഷം മഞ്ഞപ്പറയിലെ കുഞ്ഞാടിനെ പിന്നെ കാണാനില്ല. മഞ്ഞപ്പറയിലെ കുഞ്ഞാട് പിന്നെ മിസ്സിങ്ങ, കാണാനില്ല. ഇത്തരത്തിൽ 2 വിഭാഗം യോജിച്ചു പോകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം വൃത്തികെട്ട ചിന്താധാരയുള്ള മനുഷ്യരിവിടെ ഉള്ളപ്പോൾ അവരുടെ മതത്തിനെ എടുത്തു വെച്ച് അവരെ അടിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതിനകത്ത് നമ്മൾ കോംപ്രമൈസ് നിൽക്കരുത്, നമ്മൾ വേറെ ചിന്തിക്കാനും പോകരുത്. ഇത്തരം മതതീവ്രവാദം തലയിൽ കൊണ്ട് നടക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സിമ്പിൾ മെത്തേഡേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പലരും വന്ന് എനിക്ക് കമൻ്റ് ഇടുന്ന ഒരു കാര്യമാണ്,
നിങ്ങളെപ്പോലെ ഞങ്ങളെ കൊണ്ട് പറയാക്കൂലെന്ന്. അതെന്താ? നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ? അത് നിങ്ങളെ കൊണ്ട് ബോധമില്ലാഞ്ഞിട്ടാണോ? ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾ പറയണം. ഇപ്പം എല്ലാവർക്കും ചാനൽ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ ഒക്കത്തില്ല. കമൻ്റ് ഇടാമല്ലോ. ഈ പോക്കൃത്തരം എഴുതി വെക്കുന്നവൻ്റെ താഴെ പക്ക കമൻറ്റ് കൊണ്ടിടുക. അവൻ്റെ ചാനൽ കയറി നോക്കുക, പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, ഏകദേശം അവൻ ഏത് വിഭാഗമെന്ന് മനസ്സിലാവും. ആ വിഭാഗത്തിൻ്റെ പുഴുക്കുത്തുകൾ കൊണ്ടുവന്ന് അവിടെ എഴുതി വെക്കണം. അതോടെ തീരും കുത്തിക്കിഴപ്പ്. ഇത് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാലും ശരി തന്നെ, ഇതുപോലെ എറ്റിസോ എന്ന് പറഞ്ഞാലും ശരി തന്നെ, ഏത് വാഴയ്ക്ക ചുണ്ടനായിരുന്നാലും ആ കാര്യം അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് തന്നെ ഈ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റും. അല്ല വെച്ചാൽ നിർബാധം. ഇപ്പോൾ മാഹീൻ്റെ കേസ്, ആ പയ്യൻ ഇതിന് പത്ത് വല്ലതും ഉണ്ടാ? അവനെന്താ ഉസ്താദാ, മൗലവിയ, എന്താ? അവ ഒന്നുമല്ല. ഇത് ഇനി ഉസ്താദ് പറഞ്ഞു തന്നെ വെക്കുക. ഉസ്താദ് മറ്റൊരു വിഭാഗത്തിനാണ് ആക്രമിക്കുന്നതെങ്കിലും അവിടെയും പോയി നമ്മൾ കമൻ്റ് ഇടുക. കാരണം നമുക്ക് വേണ്ടത്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടത് സ്വസ്ഥതയാണ്. ആ സ്വസ്ഥതയ്ക്ക് ഈ മതം പ്രശ്നം തന്നെയാണ്. അപ്പോൾ മതവിശ്വാസം എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അത് നിങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോവുക. അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് വന്നാൽ അത് ഏത് മതമായാലും ജോയിൻ ചെയ്യപ്പെടണം. അതാണ് എൻ്റെ ഒരു പോളിസി. അത്രയും ഞാനും ചെയ്യുന്നുള്ളൂ. അത് ഏതായാലും ഞാൻ പറയും, അതിനകത്ത് തർക്കമില്ല. ഇനി ഹിന്ദു മതവിശ്വാസത്തിലെടുക്കാം. ചാർവാകൻ എന്ന് പറയുന്നത് ചൂതരനാണ്, നായന്മാരുടെ കാറ്റഗറിയാണ്. അങ്ങനെയുള്ള അയാളെ കൊന്നുകളയാനായിട്ട് ക്ഷത്രിയനായ രാമൻ വന്നു എന്നും രാമൻ കണ്ടെത്തി കൊന്നു എന്നുമാണ് രാമായണത്തിലുള്ളത്. ആണോ അല്ലയോ? അതെന്താണ്? അത് കൊല തന്നെയല്ലേ? കൊലപാതകം തന്നെയല്ലേ? പെണ്ണുമ്പിളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ പോയി ഇഞ്ഞ് താന്നും പറഞ്ഞ് കാലി പിടിച്ച് കൊണ്ടുവരികയാണോ ചെയ്തത്? അല്ലല്ലോ, കൊന്നിട്ട് തന്നെയല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. തന്നെയാണോ? ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞു വിദ്യ അഭ്യസിക്കുകയാണെങ്കിൽ ആര്? നീചകുലജാതർ. ഈ രീതിയിൽ വൃത്തികേടുകൾ ഇവിടെ ഉണ്ടായിരുന്നതിന് 80 വർഷം പഴക്കമേ ആയിട്ടുള്ളൂ. 80 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെയായിരുന്നു. 100 വർഷം തികച്ചിട്ടില്ലെന്ന് ഓർത്തോളൂ. അപ്പോൾ അന്ന് കാലഘട്ടങ്ങളിൽ പോലും ഇത്രയും വൾഗാരിറ്റി ഉള്ള ഈ മതഗ്രന്ഥങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, ദയാഭാഗ എന്ന് പറയുന്ന ഒരു ബുക്കും മറ്റൊരു ബുക്കും 2 ബുക്കുകൾ വെച്ചിട്ടാണ് ഇവരുടെ മതം തന്നെ, ഇവരുടെ നിയമം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉച്ചഘട്ടത്തിലുള്ള ആൾക്കാരും താഴ്ന്ന കുലജാതരും 2 വിഭാഗം 2 പുസ്തകം അത് വെച്ചാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ മതത്തിൽ ഇതിനേക്കാൾ വൾഗാരിറ്റി ഉണ്ട്, നിങ്ങളുടെ മതത്തിൽ ഇതിനേക്കാൾ പോഷ്കായുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും പഠിക്കുകയും വേണം. മുൻപത്തെ കണക്ക് നിങ്ങൾക്ക് കഷ്ടപ്പെടണ്ട. നിങ്ങൾ ഈ സാധനം അങ്ങോട്ട് ഞെക്കിയാൽ മതി. ഏത് ഇൻ്റർനെറ്റ് കയ്യിരിപ്പില്ലേ, അതങ്ങോട്ട് സെർച്ച് ചെയ്യുക, അതിനകത്ത് വരും. ഇനിയിപ്പോൾ ഈ പുസ്തകം ഇത് തൊറയൊക്കെയാണെന്ന്, തൊറ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ആ സാധനങ്ങളിൽ നിന്ന് എന്താണ് പുള്ളി എടുത്തിട്ടുള്ളത്. പക്ഷേ ടാലൻ്റുള്ള ആളാണ്. മാത്രമല്ല അത്യാവശ്യം മൗലവിമാരുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് വെച്ചേക്കുക. അത്യാവശ്യം ഇതുപോലുള്ള ബുദ്ധിയുള്ള പിന്നെ പൂജാരിമാരുമായിട്ടൊക്കെ ഒരു കോണ്ടാക്റ്റ്. ഇതൊക്കെ അറിയാവുന്നവരായിരിക്കണം കേട്ടോ. ശ്ലോകം ബാക്കിയൊക്കെ അറിയുന്നവരായിരിക്കണം. അല്ലാതെ പേട്ട് തലേനെ ഓഹ്രി കുട്ടിച്ചാതാന്ന് പറയുന്നതിനെ കൂട്ട വയ്ക്കരുത്. ഇനി മറ്റത് അതുപോലെ തന്നെ ബൈബിള് കാര്യമായിട്ട് പഠിച്ചവരുണ്ടാവും, അവരുമായിട്ട് ഒരു കൂട്ട് വെച്ചേക്കുക. അവരുടെ അടുത്ത് വിളിച്ച് ഇത്ര ശ്ലോകത്തിൽ ഇത്ര ഇതിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആവർത്തനവും മത്തായി സുവിശേഷവും ലൂക്കായും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അതങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് പേപ്പർ ഒട്ടിക്കുന്നതാണ് അങ്ങ് ഒട്ടിച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ തീരും കുത്തിക്കിഴപ്പ്. അപ്പോൾ ഈ മഞ്ഞപ്പറയിലെ കുഞ്ഞാടൊക്കെ വാല് ചുരുട്ടി അങ്ങോട്ട് വെച്ച് മുണ്ടും പൊക്കിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതേ നടക്കുള്ളൂ എന്നുള്ളത് തിരിച്ചറിവായിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഈസി ഗോ അല്ല. ഈ വൃത്തികേടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാഹീൻ ചെയ്യുന്നതൊരു വ്ളോഗാണ്. ആ വ്ളോഗിൽ അവനെ സപ്പോർട്ട് ചെയ്ത ആരൊക്കെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഈ ജൂതനെ കാണിക്കുന്നുണ്ട്, നിരീശ്വരവാദിയെ കാണിക്കുന്നുണ്ട്, ക്രൈസ്തവരെ കാണിക്കുന്നുണ്ട്, മുസ്ലിങ്ങളെ കാണിക്കുന്നുണ്ട്, അവൻ ഒറ്റയ്ക്ക് പോയി വല്ല വങ്കറുകളിൽ ഇരുന്നത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അവൻ പുറത്തേക്ക് വിടുന്നത്. അവനെ വെല്ലുവിളിച്ചുകൊണ്ട് കൊതാൻ റാണി എവിടെ കിടന്ന് ബഹളം വെച്ചു ഇല്ലേ? എന്തടിസ്ഥാനത്തിൽ? അവൻ്റെ മതമായിരുന്നു അവളുടെ പ്രശ്നം. എന്ത് വൾഗറിസമാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് ആ പയ്യൻ ജീവൻ പണയം വെച്ച് അവിടെ പോയി അവളെ വെല്ലുവിളിക്ക് കാതോർക്കുകയും ചെയ്തു ഇല്ലേ? അത് അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ ഓരോ കുട്ടികളും അനുഭവിക്കും. നമ്മളുടെ മക്കൾക്കൊന്നും ഇതേപോലുള്ള സ്ഥലത്തേക്ക് പോയി പെട്ടാൽ, ഒറ്റയ്ക്കായി പോയാൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അടിയിന്ന് തുടങ്ങണം, ആദ്യമേ തുടങ്ങണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് നിർബന്ധമായും ബാക്കിയുള്ളവർ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ ബുക്കുകൾ വായിക്കുന്ന ആൾക്കാരാണോ? അതും ഒരു പുസ്തകമാണ്, അതും കൂടെ വായിക്കൂ. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകും. അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മതത്തിനോടും ഒരു ബോധം ഉണ്ടാവും. ഈ മതം ഇതാണ്, ആ മതം ഇതാണ്. എല്ലാത്തിലും മെറിറ്റും ഡീമെറിറ്റുമുണ്ട്. അത് ഖുർആനിലുമുണ്ട്, ബൈബിളിലുമുണ്ട്, ഇവരുടെ ഭഗവത്ഗീതയിലുമുണ്ട്, രാമായണത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഇവർ പറയുന്ന കണക്ക് ആളുകളെ വെട്ടാനും കുത്താനും ഒക്കെയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. മുഹമ്മദ് നബി അത് ചെയ്തു എന്ന് പറയുമ്പം
രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പിന്നെ എന്തു വാഴയ്ക്കായിരുന്നു എന്ന് എനിക്ക് വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ശശികല അങ്ങനെയൊന്നും പറഞ്ഞ്. ശശികല സ്വന്തം മതത്തിലേക്ക് നോക്കാൻ പറ. രാമായണത്തിൽ എന്താണ്? സ്വന്തം സഹോദരനെ സ്വത്തിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന കഥയാണ് രാമായണം. ഭാര്യയെ കൊല്ലാൻ കൊടുക്കുന്നതാണ് രാമായണം. മഹാഭാരതത്തിൽ എന്താണ്? സഹോദരങ്ങൾ, ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും തീരുകയാണ്. അനിയൻ്റെ ഭാര്യ, അനിയന്മാരുടെ ഭാര്യയെ ചേട്ടൻ സദസ്സിലിട്ട് തുണി വലിച്ചഴിക്കുകയാണ്. ഇതൊക്കെയാണ് അവരുടെ കഥകളിലുള്ളത്. അപ്പം അതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടാൽ നിന്ന് പൊറുക്കാൻ ഒക്കത്തില്ല എന്നൊരു ബോധം അവർക്കുണ്ടാവണം. ഉടനെ സംഘികളാണ്, ഒരു കൊല്ലും തിന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൈ മാങ്ങ പറിക്കാൻ പോകില്ല. 10 പേര് വന്നാൽ 8 നമ്മൾ തട്ടുമെന്നൊരു വീര്യത്തോടെ നിന്ന് നോക്കിയാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഇത് ഞാൻ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ടെന്നേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. പകുതിയിലേറെ കുരുകുട്ടി കൊണ്ടുവന്ന് പലരും ഇടുന്നുണ്ട്. ഞങ്ങളൊക്കെ മെനക്കെട്ട് നിന്ന് കമൻറ്റിന് കമൻറ്റ് ബാക്ക് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും വേണം, ഓരോ മനുഷ്യർക്കും വേണം, എല്ലാവർക്കും വേണം, ഇൻക്ലൂഡിങ് മീ. ആ സപ്പോർട്ട് നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. അവരുടെ ഭാഗം പഠിക്കുക, അതിനനുസരിച്ചിട്ടുള്ള കമൻറ്റ്സ് കൊണ്ടുവരിക. ചില കമൻറ്റ്സൊക്കെ നമ്മൾ മിസ്സിങ് ആയിപ്പോവും. അപ്പോൾ അത് മിസ്ലീഡ് ചെയ്യും. അപ്പോൾ അതിന് കമൻറ്റ് ബാക്ക് ചെയ്യുക തന്നെ വേണം. ആ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ആര് പറയുന്നോ അവിടെ പോയിരിക്കും. അല്ലാതെ ഷെഫീന ബീവി കുഴപ്പം, മാഹിയും കുഴപ്പം, അവരുടെ കുഴപ്പം, അവരെന്തിനാ അവിടെ പോയത്? ഈ ടേം വിടുക. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്കുമുണ്ട്, നമുക്കുമുണ്ട്. എല്ലാവർക്കും ഈ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ അവരെ എടുത്ത് പറയൂ എന്നല്ല, അവർക്കും ഉണ്ടല്ലോ കമൻറ്റ് ബോക്സ്. കാമിതയെ വിമർശിക്കൂ, കാമിതയെ ഇതെടുത്ത് പറയൂ എന്ന് പറയുന്ന നിങ്ങൾക്ക് എത്ര നേരം വേണം നിങ്ങളുടെ ഉള്ളിലുള്ള സാധനം അവിടെ പോയി എഴുതി വയ്ക്കാൻ? എഴുതി വയ്ക്കൂ. നിങ്ങളുടെ പ്രതികാരം അങ്ങനെ തീരട്ടെ. ഇത് എത്ര ദിവസം നിങ്ങൾ ഈ അവഹേളനം സഹിക്കും? ഈ അവഹേളനം നിങ്ങൾ എത്ര നാൾ ഇത് സഹിക്കുന്നോ അത്ര നാൾ ഇവരിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് തർക്കിക്കേ വേണ്ട. താങ്ക് യു സോ മച്ച്.